ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിവരാവകാശ നിയമം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം. ഈ നിയമത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് വിവരാവകാശ നിയമം? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായിട്ട് പാസാക്കപ്പെട്ട നിയമമാണ് ഏത്? വിവരാവകാശ നിയമം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. എന്താണ് അപ്പോൾ വിവരാവകാശ നിയമം? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അതുപോലെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് ഇത്? വിവരാവകാശ നിയമം. അടുത്ത പോയിന്റ് നോക്കാം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയത് തമിഴ്നാടാണ് 1997. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്. മൂന്നാമത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിയമം പാസ്സായ നാൾ വഴികളാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് 2005 മെയ് 11. ഇന്ത്യൻ വിവരാവകാശ നിയമം ലോകസഭ പാസാക്കിയത് എന്നാണ്? 2005 മെയ് 11. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. ഇന്ത്യൻ വിവരാവകാശ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ്? 2005 ജൂൺ 15 ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത്. ഈ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 2005 ജൂൺ 21. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ വിവരാവകാശ നിയമം ലോകസഭയിൽ പാസാക്കിയത് 2005 മെയ് 11. തൊട്ടടുത്ത ദിവസം മെയ് 12 തന്നെ രാജ്യസഭ പാസാക്കി. രാജ്യസഭയിൽ എന്നാണ് പാസാക്കിയത്? 2005 മെയ് 12 രാജ്യസഭ പാസാക്കി. 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇന്ത്യൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് 2005 ജൂൺ 21. ഈ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറുമാണ്. അടുത്ത ഭാഗം നോക്കാം. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കിയത് 1997 മെയ് 4. 2005 RTI ആക്ട് നിലവിൽ വരുന്നതിന് മുന്നേ തദ്ദേശീയമായ RTI നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറഞ്ഞു. രണ്ടാമതായി പാസാക്കിയത് ഗോവയാണ് 1997 ജൂലൈ 31. മൂന്നാമത്തെ സംസ്ഥാനം രാജസ്ഥാൻ. 2000 രാജസ്ഥാനിൽ പാസാക്കിയത്. 2000 തന്നെയാണ് കർണാടകയിലും RTI പാസാക്കിയത്. ഡൽഹി യൂണിയൻ ടെറിട്ടറി ആയ ഡൽഹിയിൽ RTI ആക്ട് നിലവിൽ വന്നത് 2001. ആസാമിൽ വന്നത് 2002, മഹാരാഷ്ട്രയിലും 2002.
മധ്യപ്രദേശിലെ RTA ആക്ട് നിലവിൽ വന്നത് 2003-ലാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2004-ലാണ് നിലവിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. RTA തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. 1997 മെയ് 4-നാണ് RTA നിയമം തമിഴ്നാട് പാസാക്കിയത്. 2005-ലെ RTA ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ തദ്ദേശീയമായി RTA നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് ഇനി പറയുന്നത്. രണ്ടാമത് പാസാക്കിയ ഗോവയിലാണ്. ഗോവയിൽ 1997 ജൂലൈ 31-ന്. 2000-ൽ പാസാക്കിയത് രാജസ്ഥാനിലും കർണാടകയിലും. ഡൽഹിയിൽ പാസാക്കിയത് 2001-ലാണ്. ആസാമിൽ 2002, മഹാരാഷ്ട്രയിൽ 2002. മധ്യപ്രദേശിൽ 2003-ലാണ് ഈ നിയമം പാസാക്കിയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2004-ലുമാണ് നിയമം പാസാക്കിയത്. അടുത്തൊരു പോയിന്റ് പറയാം. 2005-ലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത് മറന്നു പോകരുത്. 2005-ലെ RTA നിലവിൽ വരുന്നതിന് മുന്നേ തദ്ദേശീയമായിട്ട് RTA നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിനുശേഷം 2005-ലെ വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് ശേഷം ഈ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധം ഉണ്ടാക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ വ്യവസ്ഥ ചെയ്യുന്നു. അതുപോലെ ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കാൻ, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക, പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഗവൺമെന്റും പൗരനും തമ്മിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് ആസാം. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനം ആസാമാണ്. വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ അല്ലെങ്കിൽ MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയ്. MKSS സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയ്. MKSS സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് അരുണ റോയാണ്. അതിന് കൂടെ തന്നെ നിഖിൽ ഡേയും ശങ്കർ സിംഗും ഈ സംഘടനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കാം. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 19 1A പ്രകാരമാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അപ്പം വിവരാവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 1A. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 31. വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 31. വിവരാവകാശ നിയമത്തിലെ ആകെ ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത് 2 ഷെഡ്യൂളാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വിവരാവകാശ നിയമത്തിൽ 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളും 6 അധ്യായങ്ങളുമാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിലെ 2 ഷെഡ്യൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് കമ്മീഷന്റെ സത്യപ്രതിജ്ഞയാണ്. രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയെ പറ്റിയാണ്. വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രിലിമിനറി ആണ്. രണ്ടാമത്തെ അധ്യായം ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് അതോറിറ്റി. മൂന്നാമത്തെ അധ്യായം സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയും 4ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയാണ്. 5ാമത്തെ അധ്യായത്തിൽ പറയുന്നത് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. 6ാമത്തെ അധ്യായത്തിൽ മിസല്ലേനിയസ്.
RTA ആക്ടിന് 6 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ പ്രിലിമിനറി ആണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് അതോറിറ്റിയെ പറ്റിയാണ് പറയുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയും നാലാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയാണ്. അഞ്ചാമത്തെ അധ്യായത്തിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആറാമത്തെ അധ്യായത്തിൽ മിസലേനിയസ്. വിവരാവകാശ നിയമത്തിൽ 31 വകുപ്പുകളാണ് പറയുന്നത്. പക്ഷെ 31 വകുപ്പുകൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പറയാം. സെക്ഷൻ 2F പറയുന്നത് ഇൻഫോർമേഷനെ പറ്റിയാണ്, വിവരത്തെ പറ്റിയാണ് സെക്ഷൻ 2F പറയുന്നത്. 2H പറയുന്നത് പബ്ലിക് അതോറിറ്റി. സെക്ഷൻ 2H പറയുന്നത് പബ്ലിക് അതോറിറ്റിയെ പറ്റിയാണ്. സെക്ഷൻ 2I പറയുന്നത് റെക്കോർഡ്സ്. ആറാമത്തെ സെക്ഷനിൽ പറയുന്നത് ആപ്ലിക്കേഷൻ, റിട്ടൺ ലോ, ഇലക്ട്രോണിക് ഫോമിലോ ആവാം എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 8 പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. സെക്ഷൻ 11 തേർഡ് പാർട്ടിയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 12 പറയുന്നത് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയാണ് സെക്ഷൻ 12 പറയുന്നത്. സെക്ഷൻ 13 സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് സെക്ഷൻ 13 പറയുന്നത്. സെക്ഷൻ 14 പറയുന്നത് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ റിമൂവലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ സെക്ഷൻ 15 പറയുന്നത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനെ പറ്റിയാണ്. സെക്ഷൻ 16 സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 17 പറയുന്നത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ റിമൂവലിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 19 അപ്പീലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സെക്ഷൻ 20 പെനാലിറ്റിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷൻ 21 മുതൽ 23 വരെ കോടതി ഇടപെടൽ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 27 അമെൻമെന്റിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരം അറിയാൻ എന്ത് ചെയ്യണം. വിവരാവകാശ നിയമപ്രകാരം വിവരം ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയാണ്. ആവശ്യമായ വിവരങ്ങൾ സംബന്ധിച്ച് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രാദേശിക ഭാഷയിലോ അപേക്ഷ തയ്യാറാക്കി നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അപേക്ഷകന്റെ പേരും വിലാസവും കൂടാതെ പരമാവധി 500 വാക്കുകളിൽ ചോദ്യങ്ങൾ ചുരുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷയിലോ അപേക്ഷ തയ്യാറാക്കി സമർപ്പിക്കാൻ കഴിയും. അതുപോലെ അപേക്ഷകന്റെ പേരും വിലാസവും കൂടാണ്ട് 500 വാക്കുകളിൽ ചോദ്യം ചുരുക്കി ചോദിക്കേണ്ടതാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. വിവരം ആവശ്യപ്പെടുന്ന അപേക്ഷകൻ അതിനുള്ള കാരണങ്ങളോ എന്ത് ആവശ്യത്തിനാണെന്നോ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 6(2) പറയുന്നുണ്ട്. സെക്ഷൻ 6(2) എന്താ പറയുന്നത്? നമ്മളിപ്പോൾ ഒരു വിവരം ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെടുന്ന അപേക്ഷകൻ അതിന് എന്ത് ആവശ്യത്തിനാണ് ഞാൻ ആ വിവരം കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ് സെക്ഷൻ 6(2) പറയുന്നത്. കേരളത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഫീസ് 10 രൂപയാണ്. കേരളത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് എത്രയാണ്? 10 രൂപയാണ്. ഈ അപേക്ഷാ ഫീസ് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് അടയ്ക്കാം എന്ന് നോക്കാം. കോർട്ട് ഫീസ് സ്റ്റാമ്പായോ ട്രഷറി ചെലാൻ വഴിയോ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസിൽ നിന്നോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസിൽ നിന്നോ രസീത് കൈപ്പറ്റിക്കൊണ്ടോ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്ക് അല്ലെങ്കിൽ പേ ഓർഡറിലൂടെയോ അപേക്ഷാ ഫീസ് അടയ്ക്കാം. എങ്ങനെയൊക്കെയാണ് അടയ്ക്കാൻ കഴിയുന്നത്? ഒന്നുകിൽ കോർട്ട് ഫീസ് സ്റ്റാമ്പായിട്ട്, അല്ലെങ്കിൽ ട്രഷറി ചെലാൻ വഴി, അതോ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസിൽ നിന്നോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസിൽ നിന്നോ രസീത് കൈപ്പറ്റിക്കൊണ്ടോ അടയ്ക്കാം. അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ബാങ്കേഴ്സ് ചെക്ക് അല്ലെങ്കിൽ പേ ഓർഡറിലൂടെയോ നമുക്ക് ഈ അപേക്ഷാ ഫീസ് അടയ്ക്കാൻ കഴിയും. അപേക്ഷാ ഫീസിന് പുറമെ വിവരങ്ങളുടെ പകർപ്പ് ലഭിക്കുന്നതിനായിട്ട് ഫീസ് ഉണ്ട്. ഒരു സാധാരണ പേജിനാണെങ്കിൽ 3 രൂപയാണ് ഫീസ്. ഇത് പുതുക്കിയ ഫീസാണ്. പഴയ ഫീസ് എന്ന് പറയുന്നത് 2 രൂപയായിരുന്നു. ഒരു സാധാരണ പേജിന് 3 രൂപയാണ് ഫീസ് നൽകേണ്ടത്. വലിയ പേജുകൾ, അതുപോലെ സാമ്പിളുകൾ, മോഡലുകൾ എന്നിവയൊക്കെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിന് എത്ര രൂപയാണോ ചിലവായത് ആ ചിലവായ യഥാർത്ഥ തുക നമുക്ക് ഫീസായിട്ട് നൽകേണ്ടി വരും. അതുപോലെ ഫ്ലോപ്പി ഡിസ്ക്, CD എന്നിവയിൽ വിവരം ലഭിക്കുന്നതിന് ഒരെണ്ണത്തിന് 75 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് പുതുക്കിയ ഫീസാണ്. പഴയ ഫീസ് 50 രൂപയായിരുന്നു. വിവരങ്ങൾ നേരിട്ട് പരിശോധിക്കുന്നതിന്
ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമായിരിക്കും. തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ നമ്മൾ കയ്യിൽ നിന്ന് ഫീസായിട്ട് ഈടാക്കുന്നതാണ്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 7(5) പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായി നൽകണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 7(5) പ്രകാരം BPLകാർക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായി നൽകണം എന്നാണ് നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. MKSS മസ്ദൂർ കിസാൻ ശക്തി സംഘടനയെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൻ്റെ കൂടെ 2 പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. RTI നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയും ഈ MKSS തന്നെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരം നൽകാനുള്ള കാലയളവിനെ പറ്റിയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചാൽ 30 ദിവസത്തിനകം മറുപടി ലഭിക്കും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമുക്ക് മറുപടി ലഭിക്കും. ഒരാളുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന അടിയന്തര വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അവ 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കണം. ഒരാളുടെ ജീവനോ സ്വത്തിനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന അടിയന്തര വിവരങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമായിരിക്കണം എന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർക്ക് അപേക്ഷ സമർപ്പിച്ചാൽ അപേക്ഷയിന്മേൽ 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിച്ചിരിക്കണം. ഈ കാലയളവിൽ നിശ്ചിത ഫീസ് ഈടാക്കി വിവരം നൽകുകയോ അല്ലെങ്കിൽ തക്കതായ കാരണങ്ങളാൽ അപേക്ഷ നിരസിച്ചതായി അറിയിക്കുകയോ വേണം. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 7(1) പ്രകാരമാണിത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഇൻഫോർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ നൽകിയതെങ്കിൽ 30 ദിവസത്തിനകം അതിന് തീർപ്പ് കൽപ്പിക്കണം. ഈ കാലയളവിൽ നിശ്ചിത ഫീസ് ഈടാക്കിയിട്ട് വിവരം നൽകണം. അല്ലെങ്കിൽ നമ്മൾ വിവരം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാരണത്താലാണ് അപേക്ഷ നിരസിച്ചത് എന്ന് അറിയിക്കുകയും വേണം എന്ന് പറയുന്ന സെക്ഷനാണ് 7(1). എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ സെക്ഷൻ 7(8) പ്രകാരം അപേക്ഷ നിരസിക്കാനുള്ള കാരണം, അതുപോലെ അപ്പീൽ നൽകേണ്ട കാലയളവ്, അപ്പീൽ അധികാരിയെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ അപേക്ഷകനെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരാൾ ഒരു അപേക്ഷ കൊടുത്തു, ആ അപേക്ഷ നിരസിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ സെക്ഷൻ 7(8) പ്രകാരം അപേക്ഷ നിരസിക്കാനുള്ള കാരണം എന്താണെന്നും അതിന് അപ്പീൽ നൽകേണ്ട കാലയളവ് എപ്പോഴാണെന്നും അപ്പീൽ അധികാരിയെ സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷകനെ അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് അപ്പലേറ്റ് അതോറിറ്റി മുൻപാകെയുള്ള ആദ്യത്തെ അപ്പീൽ 30 ദിവസത്തിനകം നമ്മൾ നൽകിയിരിക്കണം. രണ്ടാമത്തെ അപ്പീലാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ മുൻപാകെയാണ് നൽകുന്നത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. ഒന്നാം അപ്പീലിന്മേൽ തീരുമാനം 30 ദിവസത്തിനകം എടുക്കണം. മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് 45 ദിവസം വരെ ഉയർത്താവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവരക്കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒന്നുകൂടെ പറയാം, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഈ പറയുന്നത്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവരക്കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അടുത്തത് എന്താണ് വിവരാവകാശം? വിവരം എന്ന വിഭാഗത്തിൽ വരുന്നതായ കാര്യങ്ങൾ
താഴെ പറയുന്ന 4 വിധത്തിൽ ലഭിക്കാനുള്ള അവകാശമാണ് വിവരാവകാശം. പ്രമാണങ്ങളും രേഖകളും പ്രവൃത്തിയും പരിശോധിക്കാനുള്ള അവകാശം. ഇത് വിവരാവകാശത്തിൽ പെടുന്നു. പ്രമാണങ്ങളും രേഖകളും പ്രവൃത്തിയും പരിശോധിക്കാനുള്ള അവകാശം. അതുപോലെ പ്രമാണങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും കുറിപ്പുകൾ എടുക്കുന്നതിനും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എടുക്കുന്നതിനും ഭാഗങ്ങൾ മാത്രം എടുക്കുന്നതിനുമുള്ള അവകാശം. ഏത് പദാർത്ഥത്തിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുന്നതിനുള്ള അവകാശം. കമ്പ്യൂട്ടറുകളിലോ അതുപോലുള്ള മറ്റു സംവിധാനങ്ങളിലോ ഇലക്ട്രോണിക് രീതിയിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്കുകൾ തുടങ്ങിയവയിൽ പകർത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലോ പ്രിൻ്റ് ഔട്ട് വഴിയോ എടുക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെയാണ് വിവരാവകാശം. എന്താണ് പറയുന്നത്? വിവരം എന്ന വിഭാഗത്തിൽ വരുന്ന കാര്യങ്ങൾ ഈ 4 രീതിയിൽ ലഭിക്കാനുള്ള അവകാശമാണ് വിവരാവകാശം. ഏതൊക്കെയാണ് ഈ 4 രീതി? പ്രമാണങ്ങളും രേഖകളും പ്രവൃത്തിയും പരിശോധിക്കാനുള്ള അവകാശം ഒന്നാമത്തേത്. രണ്ടാമത്തേത് പ്രമാണങ്ങളിൽ നിന്നും രേഖകളിൽ നിന്നും കുറിപ്പുകൾ എടുക്കുന്നതിനും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എടുക്കുന്നതിനും വേണ്ട ഭാഗങ്ങൾ മാത്രം എടുക്കുന്നതിനുമുള്ള അവകാശം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏത് പദാർത്ഥത്തിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കുന്നതിനുള്ള അവകാശം. നാലാമത്തെ പോയിന്റ്, കമ്പ്യൂട്ടറുകളിലോ അതുപോലുള്ള മറ്റു സംവിധാനങ്ങളിലും ഇലക്ട്രോണിക്സ് രീതിയിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്കുകൾ തുടങ്ങിയവയിൽ പകർത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലോ പ്രിൻ്റ് ഔട്ട് വഴിയോ എടുക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെയാണ് വിവരാവകാശത്തിൽ പെടുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് പബ്ലിക് അതോറിറ്റി. വിവരങ്ങൾ കൈവശമുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് അതോറിറ്റികൾ. വിവരങ്ങൾ കൈവശമുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് അതോറിറ്റികൾ. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് പബ്ലിക് അതോറിറ്റിയിൽ പെടുക നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രൂപീകൃതമായ സ്ഥാപനങ്ങൾ, അതുപോലെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങൾ. എക്സാമ്പിൾ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവ. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങളും പബ്ലിക് അതോറിറ്റിയിൽ പെടുന്നുണ്ട്. അതുപോലെ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങൾ, സർക്കാർ വിജ്ഞാപനം വഴി സ്ഥാപിക്കപ്പെട്ടവ, സർക്കാർ വകുപ്പുകൾ, കമ്മീഷനുകൾ എന്നിവയൊക്കെ പബ്ലിക് അതോറിറ്റിയിൽ പെടുന്നുണ്ട്. അതുപോലെ സർക്കാർ അധികാരികൾ, വികസന അതോറിറ്റികൾ, സർക്കാർ ധനസഹായം കൈപ്പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ, സർക്കാർ ഉടമസ്ഥതയിൽ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ എന്നിവയെല്ലാം പബ്ലിക് അതോറിറ്റിയിൽ പെടുന്നവയാണ്. എന്താണ് പബ്ലിക് അതോറിറ്റി? വിവരങ്ങൾ കൈവശമുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് അതോറിറ്റികൾ. അപ്പം പബ്ലിക് അതോറിറ്റിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഭരണഘടനാപരമായോ അതിൻ്റെ കീഴിലോ നിയമാനുസൃതം നിലവിൽ വന്നിട്ടുള്ള അധികാരികൾ, സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതുപോലെ ലോകസഭ പാസാക്കിയ നിയമമോ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമമോ സർക്കാർ ഉത്തരവോ വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങൾ. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ സാമ്പത്തിക സഹായത്താലോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. പ്രത്യക്ഷമായോ പരോക്ഷമായോ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന സർക്കാരിതര സ്ഥാപനങ്ങൾ. ഇവയൊക്കെയാണ് പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിക്ക് കീഴിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാത്ത വിവരങ്ങളാണ്. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 24(1) പ്രകാരം രാജ്യസുരക്ഷ, സുരക്ഷാപരമായ രഹസ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത്തേത്, ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കില്ല. അതുപോലെ വിവരം വെളിപ്പെടുത്തരുതെന്ന് ഏതെങ്കിലും കോടതിയോ ട്രൈബ്യൂണലോ നിഷ്കർഷിച്ചിട്ടുള്ളവ, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയുടെ പ്രത്യേക അവകാശത്തിൻ്റെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ, ട്രേഡ് സീക്രട്ടുകൾ, ബൗദ്ധിക സ്വത്തവകാശം, വ്യാപാര രഹസ്യങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ നമ്മൾ RTI വഴി അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടില്ല. അതുപോലെ വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനെയോ സുരക്ഷയെയോ ബാധിക്കുന്ന വിവരങ്ങൾ,
അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ക്യാബിനറ്റ് പേപ്പറുകൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ നമുക്ക് ലഭിക്കില്ല. അതുപോലെ വിവരം വെളിപ്പെടുത്തരുതെന്ന് ഏതെങ്കിലും കോടതിയോ ട്രൈബ്യൂണലോ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരവും ലഭിക്കില്ല. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയുടെ പ്രത്യേക അവകാശത്തിന്റെ ലംഘനത്തിന് കാരണമാവുന്ന വിവരങ്ങളാണെങ്കിൽ അതും നമുക്ക് ലഭിക്കില്ല. അതുപോലെ ട്രേഡ് സീക്രട്ട്, ഭൗതിക സ്വത്തവകാശം, വ്യാപാര രഹസ്യങ്ങളൊന്നും ലഭിക്കില്ല. അതുപോലെ വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങളും ക്യാബിനറ്റ് പേപ്പറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനെയോ സുരക്ഷയോ ബാധിക്കുന്ന വിവരങ്ങളും അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെ അറസ്റ്റിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകാത്ത വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അഴിമതി, മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പട്ടിക 2 പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യത്തേത് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അസം റൈഫിൾസ്, സശസ്ത്ര സീമ ബൽ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ബോർഡർ റോഡ് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ്, സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്നീ സ്ഥാപനങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ ഭേദഗതി നിയമം 2019. വിവരാവകാശ ഭേദഗതി നിയമം 2019. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചത്. ബില്ല് ലോകസഭ പാസാക്കിയ ഡേറ്റ് എന്നാണ്? 2019 ജൂലൈ 22. ഈ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. ഈ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി. ഇതിനു മുമ്പ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി. എന്നാൽ 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി. അടുത്ത പോയിന്റ്, 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാക്കി ചുരുക്കി. ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നതും ഇനി മുതൽ കേന്ദ്ര സർക്കാരായിരിക്കും. 2019 വിവരാവകാശ ഭേദഗതി നിയമ ബില്ലിൽ സൈൻ ചെയ്ത രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് 13, 16, 27. ഇനി പഠിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ CIC. വിവരാവകാശ നിയമം 2005 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന മന്ത്രാലയം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്.
കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഒരു കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, അതുപോലെ 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 വിവരാവകാശ നിയമം 12-ാം വകുപ്പ് പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്നത്. ഇതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഒരു 3 അംഗ പാനലാണ്. ആ 3 അംഗ സമിതിയിൽ ആരൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകൂടെ പറയാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാർക്കും വേണ്ട യോഗ്യതയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പത്തുള്ളവരായിരിക്കണം. അതുപോലെ നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആവാൻ പാടില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുൻപാകെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നിവയൊക്കെയാണ്. അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ പോയിന്റ്സാണ് പഠിച്ചത്? 2005 വിവരാവകാശ നിയമം 12-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. CICയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രസിഡന്റിന് മുമ്പാകെയാണ്. അതുപോലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും പ്രസിഡന്റിനാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ CIC ഭവനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. മുൻപത്തെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. അപ്പം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ
ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യത്തെ വനിത ദീപക് സന്ധു. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ഇനി പഠിക്കാനുള്ളത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഒരു 3 അംഗ സമിതിയാണ്. അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സമിതിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ 3 അംഗ സമിതിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. അതുപോലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് വി ഹരി നായർ. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് വി ഹരി നായർ. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കമ്പാരിസണാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. ഈ ടേബിൾ നോക്കിയാൽ മതി, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിലേക്ക് വരുമ്പം സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് കേന്ദ്രത്തിലാവുമ്പോൾ രാഷ്ട്രപതി, സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാവുമ്പോൾ ഗവർണർ. കാലയളവ് തീരുമാനിക്കുന്നത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. പ്രായപരിധി കേന്ദ്രത്തിൽ 65 വയസ്സ്, സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും 65 വയസ്സ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലാണെങ്കിൽ രാഷ്ട്രപതിക്ക് മുന്നിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഗവർണർക്ക് മുന്നിലാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. രാജിക്കത്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലാണെങ്കിൽ രാഷ്ട്രപതിയാണ് രാജി സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഗവർണർക്കാണ് രാജി നൽകേണ്ടത്. കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും സേവന വേതന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിൽ ഉൾപ്പെട്ടവരെയാണ് പറയുന്നത്. ആദ്യം പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിൽ ഉൾപ്പെടുന്നത് പ്രൈം മിനിസ്റ്റർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇത് സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി ഇവരടങ്ങുന്ന 3 അംഗ സമിതിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവരാവകാശ നിയമം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് ഇന്നത്തെ നോട്ടിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പം വേറെ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.